കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തി ഇടത് അംഗങ്ങൾ. കുടിവെള്ള വിതരണം, മുൻ ഭരണസമിതി റദ്ദ് ചെയ്ത ടെൻഡർ സംബന്ധിച്ച കേസ് നടത്തിപ്പ്, ഗേറ്റുംപടിയിലെ പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മാണം എന്നീ അജണ്ടകളിൽ പ്രതിഷേധിച്ചാണ് ഇടത് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. ശനിയാഴ്ച ചേർന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് ഇടത് അംഗങ്ങൾ വിവിധ അജണ്ടകളിൽ പ്രതിഷേധവുമായി ഇറങ്ങിപ്പോക്ക് നടത്തിയത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ മാർച്ച് 31-നകം വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 8 ലക്ഷം രൂപ അനുവദിച്ചതിൻ്റെ സർക്കുലർ പൂഴ്ത്തിവെച്ച് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി ബഹുജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ആരോപിച്ചും വെൻഡ് പൈപ്പ് പാലത്തിൻ്റെ റിങ് പൊളിച്ചു മാറ്റുന്നതിൽ മുൻ ഭരണസമിതി നൽകിയ ടെൻഡർ കരാറുകാരനായ വിനോദ് പുത്രശ്ശേരി എന്നയാൾ സമയബന്ധിതമായി പൂർത്തിയാക്കാതിരിക്കുകയും പഞ്ചായത്തിന് വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടായപ്പോൾ അന്നത്തെ ഭരണസമിതി അദ്ദേഹത്തിൻ്റെ ടെൻഡർ ക്യാൻസൽ ചെയ്ത തുക പഞ്ചായത്ത് അക്കൗണ്ടിലേക്ക് കണ്ടുകെട്ടിയ തീരുമാനത്തിനെതിരെ കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്ത കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി കരാറുകാരനും പഞ്ചായത്ത് ഭരണസമിതിയും ഒത്തുകളിക്കുന്നുവെന്ന് ആരോപിച്ചും മാർച്ച് 31-നകം പൂർത്തിയാക്കേണ്ട പല പദ്ധതികൾക്കും ഇപ്പോഴും ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ വർഷവും ലാപ്സാക്കുന്ന നടപടിക്കെതിരെയുമാണ് ഇടതുപക്ഷം പ്രതിഷേധിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ മാർച്ച് മാസത്തിൽ 8 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇവിടെ കാരശ്ശേരിക്ക് അനുവദിക്കപ്പെട്ടതെന്നുള്ളത്. ഈ 8 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിക്കാൻ പറ്റാത്ത അവസാന നിമിഷത്തിൽ നിന്ന് മാർച്ച് മാസം 22-ാം തീയതിയാണ്. മാർച്ച് മാസം 30-നുള്ളിൽ തുക വിനിയോഗിക്കേണ്ടതാണ്. ഈ മാർച്ച് മാസത്തിൽ ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കഴിയില്ല. ഈ 8 ലക്ഷം രൂപ ലാപ്സായി പോകുന്ന സ്ഥിതിയാണുള്ളത്. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹായിക്കാൻ വേണ്ടി കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി നൽകുന്ന തുക ലാപ്സാക്കി കളയുന്ന കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ ഈ ധിക്കാരപരമായ സമീപനത്തിന് എതിരായിട്ട് ഇവിടെ ഇടതുപക്ഷ മെമ്പർമാർ പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ 2-3 ഭരണസമിതി യോഗത്തിൽ രൂക്ഷമായ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ച ഗേറ്റുംപടി ബസ് സ്റ്റോപ്പ് നിർമ്മാണം 9% കൂട്ടിയ നിരക്കിൽ ടെൻഡർ നൽകാനുള്ള തീരുമാനം വലിയ പ്രതിഷേധത്തിനും ഇറങ്ങിപ്പോക്കിലുമാണ് കലാശിച്ചത്. ഇന്നിപ്പോൾ കൊണ്ടുവന്ന അജണ്ട പ്രകാരം എസ്റ്റേറ്റ് ഗേറ്റിനകത്ത് ബസ് സ്റ്റോപ്പാണ്. തൊട്ടപ്പുറത്ത് യാതൊരു കേടുപാടുമില്ലാത്ത ഒരു ബസ് സ്റ്റോപ്പ് അവിടെയുണ്ട്. അതിന് 20 മീറ്റർ ഇപ്പുറത്താണ് പുതിയ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിദാനം ചെയ്യുന്ന 2-ാം വാർഡിലല്ല, അത് 1-ാം വാർഡിലാണ് സ്ഥലം. അവിടെ യാതൊരു കേടുപാടും ഈ ബസ് സ്റ്റോപ്പിനില്ല. ആ ബസ് സ്റ്റോപ്പ് പൊളിക്കണമെന്നുള്ള എയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർദ്ദേശം കൊടുത്തിട്ടില്ല. അങ്ങനെ പഞ്ചായത്തിന്റെ പണം ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത് മാത്രം കേട്ട് ശീലിച്ചു പോകുന്ന രീതിയിലേക്കാണ് പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മാറിയിട്ടുള്ളത്. ഇടത് അംഗങ്ങളായ കെ.പി. ഷാജി, കെ. ശിവദാസൻ, എം.ആർ. സുകുമാരൻ, കെ. നൌഷാദ്, ജിജിത സുരേഷ്, ശ്രുതി കമ്പളത്ത്, ഇ.പി. അജിത്ത്, സിജി സി.പി എന്നിവരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.